ജയിൽ വകുപ്പിലെ RSS അനുഭാവ ഉദ്യോഗസ്ഥർ നടത്തിയ രഹസ്യയോഗത്തിൽ നടപടി. 19 ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. 17 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരും 5 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. അതേസമയം നടപടി സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയെന്ന ആരോപണം ശക്തമാണ്. ജനുവരിയിലാണ് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ കുമരകത്തെ റിസോർട്ടിൽ രഹസ്യയോഗം ചേർന്നത്. രാഷ്ട്രീയാടിസ്ഥാനത്തിൽ സംഘടിക്കരുതെന്ന ചട്ടം ലംഘിച്ചായിരുന്നു ഉദ്യോഗസ്ഥരുടെ യോഗം. ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസും മറ്റും പുറത്തു വന്നതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. യോഗം ഗൗരവത്തോടെ തന്നെ കാണണമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. സർക്കാരിനും ജയിൽ വകുപ്പിനും ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി. എന്നാൽ വിഷയത്തിൽ തുടരന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും രാഷ്ട്രീയത്തിന്റെ ഭാഗമായോ സംഘടനയുടെ ഭാഗമായോ അല്ല യോഗം ചേർന്നതെന്നാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം. നടപടി സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയ സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. പോലീസുകാരും കുറ്റവാളികളും RSSന്റെ കൊടിക്കീഴിൽ അണിനിരക്കും. അതിന് മുഖ്യമന്ത്രി പാതയൊരുക്കി കൊടുക്കും. ഇത് കേരളത്തിന്റെ ക്രമസമാധാനത്തിന് വലിയ ഭീഷണിയായി തീരാൻ പോവുകയാണ്. ഭരണഘടനാപരമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. അപ്പോൾ അമ്മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ശരിയായ നിലപാട് സ്വീകരിച്ചു പോകണം. ഗവൺമെന്റ് ആ നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തായാലും രഹസ്യയോഗത്തിൽ സർക്കാർ അന്വേഷണം നടത്തുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.